ഇവിടെ കൊടുക്കണ്ടേ നമുക്ക്? അവനിപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടേ, എൻ്റെ ഇക്കാനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞിട്ട്. ആടാ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് തെളിവ്. പിന്നെ എന്താ പറഞ്ഞത് ഞാനിക്ക മരിച്ചപ്പോൾ മയ്യത്ത് കൊണ്ടുവന്നപ്പോഴാണ് ആ വീട്ടിലേക്ക് കയറിപ്പോയിന്ന്. ആണോ? ഷോ ഭയങ്കര അറിവാണല്ലോ എനിക്ക്, ഭയങ്കര അറിവാണ്. എടാ മൈ ഗുണാപ്പൻ ഷെരീഫേ, എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എടാ മയ്യേ, നീ ഫസ്റ്റ് മനസ്സിലാക്കി സംസാരിക്കും. ഇങ്ങനെ കുഴു തുള്ളണ്ട, അവിടെ നിൽക്ക് നീ, തുള്ളണ്ട. 10-15 കൊല്ലം ജീവിച്ച എൻ്റെ കൂടെ ജീവിച്ച ഞാൻ കൂടെ കിടന്ന എൻ്റെ ഇക്ക മരിച്ചാല് മരിപ്പ് കൊണ്ടുവരുമ്പോഴല്ലടാ മൈ മോനെ ഞാൻ അവിടെ എത്തിയത്. എടാ മൈ മോനെ, ഞാൻ ഹോസ്പിറ്റലിൽ രാത്രി നീ ആലോചിച്ചോ, രാത്രി 9:30 എൻ്റെ ഒക്കെ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ മോന് ബർത്ത്ഡേ ഡ്രസ്സ്, എൻ്റെ മോന് ബർത്ത്ഡേ 27-ാം തീയതി എൻ്റെ മോന് ബർത്ത്ഡേ, സെപ്റ്റംബർ 27 എൻ്റെ മോന് ബർത്ത്ഡേ, ചെറുതിൻ്റെ 23-ാം തീയതി ഒക്കെ മരിക്കുന്നത്. 27-ന് എൻ്റെ ഒക്കെ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് വാട്സപ്പിൽ ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. നമ്മളെ പത്രിപാല മണ്ണൂരുള്ള ഷോപ്പിൽ, ആ ഷോപ്പിൽ എൻ്റെ ഇക്ക കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. മൈ ഗുണാപ്പൻ ഷെരീഫേ, മൈ മോനെ ഡാഷ് മോനെ. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒരു 8:30-9 മണി. പിന്നെ ഞാൻ എൻ്റെ അവിഹിതം പിടിച്ചു. എവിടെടാ മൈ മോനെ തെളിവ്? എൻ്റെ ഒക്കെ ഖബർ നടിച്ചു വന്നിട്ട് പറഞ്ഞോ എന്നെ കൊന്നതാണ് അവൾക്ക് അവിഹിതം ഉണ്ടായിരുന്നു. എടാ മൈ ഡാഷ് മോനെ, എനിക്ക് എൻ്റെ ഇക്ക അത്ര കോഴലല്ലടാ. പെണ്ണിൻ്റെ അവിഹിതം കണ്ട മരിക്കാൻ അത്ര തരം താഴ്ന്ന രീതിയിൽ മരിക്കേണ്ട രീതിയിലല്ല. കാരണം അടിച്ച് പുകച്ചിട്ട് ആൾ പോവുള്ളൂ. എൻ്റെ കാരണം അടിച്ച് പൊളിച്ചിട്ടേ ആൾ ഈ ദുനിയാവുന്ന പോകുള്ളൂ. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് എൻ്റെ, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഓക്കെ മോൻ ഓക്കെ. പിന്നെ എൻ്റെ ഇക്കാൻ്റെ ആൾക്കാരുടെ വീട്ടിലാണ് എൻ്റെ ഇക്കാൻ്റെ മയ്യത്ത് കൊണ്ടുപോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇക്കാൻ്റെ ഏട്ടൻ ചതിച്ച എൻ്റെ ഇക്കാൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് അവൻ്റെ ആയിട്ടൊന്നും ഞങ്ങൾ മിണ്ടുകയില്ല. പിന്നെ അവൻ്റെ വീട്ടിൽ രാവിലെ തന്നെ കാവൽ കെട്ടി പോയിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഒക്കെ മരിച്ച ഉടനെ തന്നെ 9:30 ഞങ്ങളോട് സംസാരിച്ചു. 10 മണിക്ക് ഈ സംഭവം മരിച്ചിട്ടുണ്ട്. 10:30 ആകുമ്പോഴേക്കും ആ കടയിലത്തെ ഷോപ്പിൽ ഒരു ചെക്കൻ വിളിച്ചിട്ടുണ്ട്. കടയിൽ നിൽക്കുന്ന ഷോപ്പിലെ ചെക്കൻ, നീ വേണമെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ തെളിവ് കൊണ്ടുപോകാം, അവരെയൊക്കെ നീ നിർത്തി സംസാരിക്കണം, എന്നെ വിളിക്കണം, ഞാൻ അവരോട് ചോദിക്കാടാ, ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഇനി കൊണ്ടുപോകാം. ഈ പറയുന്ന ആൾക്കാരനെയൊക്കെ, ഈ പറഞ്ഞ് നിനക്ക് കയറ്റി തന്ന ആൾക്കാരനെ ബാക്കിയുള്ളവനൊക്കെ നിങ്ങൾ കൊണ്ടുപോകാൻ മൈ ഡാഷ് മോനെ ഷെരീഫെ, നാറി ഷെരീഫെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഷാജി കുറച്ച് ഒതുങ്ങിയെന്ന് വിചാരിച്ചതാണ്. അന്ന് ഷെരീഫിനെ നോമ്പിൻ്റെ സമയത്ത് ഷെരീഫിനെ കണ്ട് ക്ഷമയൊക്കെ ചോദിച്ചു. ഞാനതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാജിദയുടെ കുറേ വീഡിയോസുകൾ ചെയ്തത് കൊണ്ട് തന്നെ ഷാജിദ നല്ല ഒതുങ്ങി എന്ന് വിശ്വസിച്ച്, ഒതുങ്ങിയെന്ന് ഇതായിട്ട് ഇത്ര പെട്ടെന്ന് ഇവിടെ ഒതുങ്ങിപ്പോയോ എന്ന് എന്താ പറയുക, ആശ്ചര്യം ഉണ്ടായിരുന്നു. എങ്കിലും ആ ഒരു ക്ഷമ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ഒതുങ്ങി എന്നാണ് വിചാരിച്ചത്. അതിൻ്റെ പുറത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേണ്ട കിടക്കുന്ന ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് പുള്ളിക്കാരി ഫുൾ തെറിവിളിയാണ്. ഇപ്പം എന്താ പറയുക, കുറച്ച് റീച്ച് കുറഞ്ഞു. അപ്പോൾ ആരെങ്കിലും ഒരാളുടെ സപ്പോർട്ട് പുള്ളിക്കാരിക്ക് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര തെറിവിളിയാണ്. അന്ന് ഷർഫാലിൻ്റെയും വേറെ ആരൊക്കെയോ കുറച്ച് സപ്പോർട്ട് ഉണ്ടായിരുന്നപ്പോഴാണ് പുള്ളിക്കാരി ഭയങ്കര എയറിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കലും, അതുപോലെ തന്നെ എന്താ പറയുക, ഇനി എന്താ പറയേണ്ടത് എന്നില്ല. ഇപ്പോൾ ഇൻ്റർവ്യൂവിലാണെങ്കിലും ശരി, എന്തൊരു കാര്യത്തിലാണെങ്കിലും ശരി, വായി തോന്നിയതാണ് പറയുന്നുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്ക് നോമ്പൊക്കെ ആയപ്പോൾ കുറേ ഒതുങ്ങി, ഡിപ്രഷനിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഷെരീഫിൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ചു, ഷെരീഫിൻ്റെ ഉമ്മാൻ്റെ അടുത്തും ഭാര്യൻ്റെ അടുത്തും ഒക്കെ ക്ഷമ ചോദിച്ചു. അങ്ങനെ ഇങ്ങനെയെന്ന് യാദൃച്ഛികമായിട്ട് അവരെ കണ്ട് ക്ഷമയൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചു, പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ പറഞ്ഞ പുള്ളിക്കാരി ഇങ്ങനെ ഒതുങ്ങിയോ. അതുപോലെ തന്നെ ഷെരീഫും എത്ര പെട്ടെന്ന് ഇങ്ങനെ പുള്ളിക്കാരനത് അക്സെപ്റ്റ് ചെയ്തോ. പക്ഷേ ഒരാൾ നമ്മുടെ അടുത്ത് ഒരു ക്ഷമ ചോദിച്ചിട്ട് വന്നാൽ അത് എങ്ങനത്തെ ആളാണെങ്കിലും ക്ഷമിക്കണം എന്നാണല്ലോ നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഷെരീഫ് ആ ഒരു കർത്തവ്യം, പുള്ളിക്കാരൻ്റെ മനസ്സിൽ ദേഷ്യം വിദ്വേഷം ഉണ്ടെങ്കിൽ കൂടി അവൾ മാപ്പ് ചോദിച്ച് പുള്ളിക്കാരൻ പുറത്ത് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യൂട്യൂബിലൊരു ഫാത്തി എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്. അവനും ഇവളുമായിട്ട് എന്തൊക്കെയൊക്കെയോ തുടരെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇടുന്നു, പൂരെ തെറിവിളിക്കുന്നു. ഇവിടെ തെറിവിളി തന്നെ കണ്ടില്ലേ, കുറച്ച് ഒതുങ്ങി എന്ന് വിചാരിച്ചിടത്തുനിന്ന് പൂർവാധികം ശക്തിയോടെ ഉയർത്തി എഴുന്നേറ്റിരിക്കുന്നു. മക്കളിനെയൊക്കെ ദർസിലും ഒക്കെ കൊണ്ടുവിട്ടിട്ടാണ് ഇപ്പോൾ ഈ പുള്ളിക്കാർ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെയുള്ള തോന്നിയവാസങ്ങൾ തെറികളും വിളിക്കുന്നത്. എന്തായാലും അവൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. എൻ്റെ കാക്ക എന്തോ അസുഖമാണ്, വയ്യ, അതിന് ഒരാഴ്ച ഇങ്ങോട്ട് നോക്ക് ഷെരീഫ്, ഇങ്ങോട്ട് നോക്ക്. ഒരാഴ്ച മുന്നേ എനിക്ക് ഇതേപോലെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പിന് താഴെ വീണ്. നിനക്ക് എന്ത് പോലെ പറഞ്ഞിട്ടാണ് നീ സംസാരിക്കുന്നത്? ഒരാഴ്ച മുന്നേ എന്നെ വിളിച്ചിട്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കടയിൽ ചെക്കൻ വിളിച്ചിട്ട് ഷാജിദാത്ത ഇക്കൊക്കെ വീണു, വയ്യാണ്ട് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ വണ്ടി എടുത്തിട്ട് 1500-2000 രൂപ എൻ്റെ നാട്ടിൽ നിന്ന് മുടക്കിയിട്ട് എൻ്റെ ഉമ്മാനെയും എൻ്റെ ചെറിയ കുഞ്ഞിനും ഞാൻ കൂട്ടിയിട്ട് ആ സ്പോട്ടിൽ എന്നെ കണ്ടെടുത്ത് എത്തിയ ആളാണ്. അത്രയ്ക്ക് ബന്ധമാണ്, സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ. എന്തടി ഉണ്ടെങ്കിലും ഷാജി ആ 11 മണിയാകുമ്പോഴേക്കും ആ നാട്ടിലെത്തിയിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവറിനെ വിളിച്ചിട്ട്. എന്നിട്ട് ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ ഇപ്പൊ വെറുതെ എന്നെ പറ്റിച്ചാണ്. എങ്ങനെ എൻ്റെ സ്നേഹം ഒന്ന് അളക്കാൻ നോക്കിയതാണ്. മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നത്തെ കഥ ഞാൻ പറയുന്നത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്, അളക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ അവർക്ക് ഏകദേശം മരണം അടുത്തിട്ടുണ്ട്. അത് പടച്ചോനും അവർക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല ഈ ദുനിയാവിൽ എങ്ങനെ മരണം. ഒരേ ഒരു വിഷയം, നിനക്കൊക്കെ അറിയാത്ത ഒരേ വിഷയം, മരണം എന്നാ ജനനം എന്നാന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. ബാക്കി നീ എന്ത് കൊണാപ്പ് വേണമെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കാം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കാനെ കണ്ടു, ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ല, ആൾ സെറ്റാണ്. അന്നൊരു ചിരിയും തിരിച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങി വന്നതാണ്. എൻ്റെ മോനെ കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാനെ വീട്ടിൻ്റെ അടുത്താണ് 4 മാസമായിട്ട് താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷെരീഫെ മോനെ ഇവിടെ നോക്കിട്ടാ ഒരാഴ്ച ഞാൻ എൻ്റെ മോനെ LKG ചേർത്തിട്ട് ഞാനും വല്ല വർക്കിന് പോകാൻ വേണ്ടി ഞാൻ ഇക്കാൻ്റെ സമ്മതത്തോടെ പേടിയിട്ട് ഇവിടെ നോക്കിക്കോ. ഞാനൊരു കടയിൽ വർക്കിന് പോകണ്ടായിരുന്നു. രാവിലത്തെ പണികളൊക്കെ ഒരുക്കിയിട്ട് ഒരു പാത്രക്കടയിൽ അവിടെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ
എന്താ പറഞ്ഞാൽ ഈ 5 മക്കളെയും വാടകയും കാര്യങ്ങൾ ഒരാളെ കൊണ്ട് പോറ്റാൻ പറ്റില്ല. മുതലാളിയായ ആൾ തൊഴിലാളിയായിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ 2000 പണി ചെയ്താലും 1000 രൂപ 500 രൂപ വാങ്ങുന്ന സ്വഭാവമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ്. കാരണം മക്കൾ വലുതായി വരിക, ഒരുപാട് പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഞാൻ വർക്കിന് പോകാൻ തുടങ്ങി. അപ്പോൾ രാവിലെ തന്നെ ഫോൺ എടുക്കണം, പല്ലേക്ക് അടി. അങ്ങനെ ഈ മരിക്കണം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇതേ ചെക്കൻ വിളിച്ചിട്ട് ഷാജിദാദ അവൻ കരയാണ്. അപ്പോൾ എന്താ പിന്നെ അടുത്ത അടവ് മറ്റേ അടവ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്താണോ ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല പ്രശ്നമുണ്ട്. അത് നിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ശരിയേ, എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. മൈ ഡാഷ് മോനെ. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ആ സ്പോട്ടിൽ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് ഞാനും മിക്കി. പക്ഷേ എൻ്റെ മാമാൻ്റെ മോനൊക്കെ വിളിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ അളാമാൻ്റെ മോനൊക്കെ വിളിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മരിച്ച കാര്യം. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനും ഇമ്മാനോട് പറയുന്നത് കളിയാക്കാൻ അന്നത്തെ പോലെ കളിയാക്കിയിരിക്കും പറഞ്ഞിട്ട് ഞാൻ ആ സ്പോട്ടിൽ ഓട്ടോറിക്ഷ വിളിച്ച് 11:12 മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഷോപ്പിലെത്തിയപ്പോൾ ഷോപ്പിലില്ല. ഷോപ്പിൽ നിന്ന് നേരെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഞങ്ങൾ നേരെ പോയി. ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം ഇക്കാനെ മോർച്ചറിയിൽ കടത്തിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഇക്കാന്റെ മുതലാളിയും ബാക്കിയുള്ളവരൊക്കെ സ്റ്റേഷനിലാണ്. എൻ്റെ അളാമാൻ്റെ മോനും ബാക്കിയുള്ളവരൊക്കെ സ്റ്റേഷനിൽ പോയി. അപ്പോഴൊന്നും നായിൻ്റെ മോൻ്റെ ഷെരീഫെ എൻ്റെ ഇക്കാന്റെ ആൾക്കാർ അവിടെ എത്തിയിട്ടില്ല. നായൻ. എന്നിട്ട് ഞാൻ അവിടെ ഈ ഡോക്ടർ ഞാൻ വിചാരിച്ചു വയ്യായിക്ക് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറോട് ഞാനും കൂടി ഓട്ടോറിക്ഷ ഡ്രൈവറും കൂടിയിട്ട് പോയി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു അമ്മാനോട് ഇങ്ങനെ ആൾ മരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ തെറിവിളിയാണല്ലേ, എന്താണ് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇവളുടെ കൂടെ ജീവിച്ച അയാളിനെ ശരിക്കും സ്തുതിക്കണം. അപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. അത് പറയാൻ താല്പര്യമില്ല. അപ്പോൾ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഇവരുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് പുള്ളിക്കാരി പറയാതെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഷെരീഫ് പറഞ്ഞതിൽ ഷെരീഫിൻ്റെ വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും പുള്ളിക്കാരൻ ഒരുപാട് സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ പുള്ളിക്കാരൻ വീഡിയോ ചെയ്യുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്കാരൻ വീഡിയോസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇവളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇവള് ക്ഷമ ചോദിച്ചത് തൊട്ട് പുള്ളിക്കാരൻ എന്താണ് ഉമ്മാനടുത്ത് ഇവള് പറഞ്ഞു ആ വീഡിയോസുകളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴും പുള്ളിക്കാരൻ ബ്രില്യൻ മൈൻഡാണ്. അപ്പോഴും പുള്ളിക്കാരൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രൈവറ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവളുടെ സ്വഭാവം ഏകദേശം ഷെരീഫിന് അറിയാലോ. ഇവള് വിചാരിച്ചു ഫുള്ള് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ പ്രൈവറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഭർത്താവ് മരിച്ചതിൻ്റെ കഥ പറയുന്നത് ഒരു പെണ്ണ് എങ്ങനെയാണ്, ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയാണ്, 5 മക്കളെ വളർത്താൻ ശരിയാണ്, എല്ലാം ശരിയാണ്, ഇങ്ങനെയൊക്കെ നോടിച്ച് പറയേണ്ട കാര്യമുണ്ടോ? തെറി വിളിച്ചിട്ടാണ് പുള്ളിക്കാർ പറഞ്ഞത്, അതും സോഷ്യൽ മീഡിയയിൽ. ഇതിപ്പോൾ ഈ ഫോണിലൂടെ പറയേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ്. നെജില അവൾ അങ്ങനെ ആ ഒരു ഭാഗത്ത് അങ്ങനെ ഇവള് കുറേ ഒതുങ്ങിയതായിരുന്നു ഇവള്. എന്നിട്ടും ആളുകൾ നെജിലാൻ്റെ വീഡിയോയിലേക്കൊക്കെ താഴെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നെജില ഷാജിനെ കണ്ടുപിടിക്കുക, അവൾ 5 മക്കളെ നോക്കുന്നുണ്ട്, വേറൊരു കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അങ്ങനെ എങ്ങനെയെന്ന്. ഒരു ഇത് നോക്കുമ്പോൾ ഇവള് വേറെ കല്യാണം കഴിക്കാതെ വേറെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. നെജിലയാണെങ്കിൽ വേറെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടുന്നവരിനെ കല്യാണം കഴിച്ചിട്ടാണ് പുള്ളിക്കാരി ജീവിക്കുന്നത്. അതങ്ങനെ ഇത് ഇങ്ങനെ. അപ്പോൾ പെണ്ണൊരുമ്പിട്ടാന്ന് പറയില്ല, എന്തൊക്കെ ഇവളുടെ വായിന്ന് വരുന്ന ആ ഒരു വാക്കുകൾ നോക്കി ഇത്രയും അഹങ്കാരത്തോടു കൂടി ഇവള് പറയണമെന്നുണ്ടെങ്കിൽ ആരോ ഇവളുടെ പുറകിലുണ്ട്. ആ ഫാത്തി എന്ന് പറഞ്ഞ ആ ഒരു ആളാണ് ഇവളുടെ പുറകെ. ഫാത്തിയാണ് ഷെരീഫിൻ്റെയും ഇവളുടെ വീഡിയോ തുടരെ ഇടുന്നത്. അപ്പോൾ ഷെരീഫും ഫാത്തിയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇഷ്യൂസൊക്കെ ഉണ്ട്. അതിന് ഞാൻ കൂടുതലായിട്ട് വീഡിയോസുകളൊന്നും കണ്ടില്ല. അപ്പോൾ ഷാജിദാൻ്റെ തുടക്കം മുതലേ കാണുന്നത് കൊണ്ട് ഞാൻ കുറേ വീഡിയോ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണാനിടയായതും ഇവളുടെ ഈ തെറിവിളികളൊക്കെ കേൾക്കാനിടയായതും. നമുക്ക് ബാക്കി ഭാഗം കൂടെ കണ്ടു നോക്കൂ. അവന് തൊട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കെട്ടിയ തൊട്ടിനെ കത്തി കൊണ്ട് മുറിച്ച് താഴെ വന്ന് കത്തി എടുത്തതും ഈ കുട്ടി അറിയില്ല. ഇവിടെ കച്ചവട തിരക്കിലാണ് കത്തി എടുത്ത് മുറിച്ച് ആ സംഭവം അവിടെ മറ്റേ കയറുന്നതൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റാണ്, എൻ്റെ അത്ര ഹൈറ്റ് ഒന്നുമില്ല. അതിലൊക്കെ കയറി ജസ്റ്റ് ആ സ്പോട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അപ്പോൾ ആരെങ്കിലും വിളിച്ചതാണെങ്കിലും അതെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഇത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത്, എൻ്റെ ആ സ്പോട്ടിൽ മരിച്ചിട്ട് ആ സ്പോട്ടിൽ ഷാജി ഹോസ്പിറ്റലിൽ എത്തി. എല്ലാവരും എത്തുന്നതിന് മുന്നേ ഷാജിൻ്റെ ആൾക്കാരാണ് ആ ഹോസ്പിറ്റലിൽ എത്തിയത്. അല്ലാതെ ഇക്കാൻ്റെ പുന്നാര മക്കളെല്ലാം എത്തിയത്. നീ ആലോചിച്ചോ, നീ എൻ്റെ ഇക്കാൻ്റെ ആൾക്കാരനെ കൂട്ടുപിടിച്ചിട്ട് നീ എന്നെ തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാണ്. ഓക്കെ, അങ്ങനെയാണ് ആ സ്പോട്ടിലാണ് എൻ്റെ ഇക്ക മരിച്ചിട്ട് ഞങ്ങൾ അവിടെ എത്തി. ഞാൻ ആ മോർച്ചറി പോയി കണ്ട്, എനിക്ക് വയ്യാണ്ടായി 1.5 മണിക്കൂർ ഞാൻ അവിടെ ഞാൻ തളർന്നു. ആ മോർച്ചറിയിൽ നിന്ന് ഞാൻ തളർന്നു. എന്നെ എടുത്തുകൊണ്ട് നീ പറയുന്ന സിനാനി ഇവരൊക്കെ വിളിച്ചോ നീ. ഞാൻ അവിടെ 1.5 മണിക്കൂർ ഞാൻ കിടക്കായിരുന്നു മയക്കത്തിൽ. ഞാൻ ബോധം കെട്ട് കിടക്കായിരുന്നു. നായിൻ്റെ മോനെ എനിക്ക് ഞാൻ തെറി പറയില്ലാന്ന് വിചാരിച്ചത്. പക്ഷെ നീ എൻ്റെ എരന്ന് വാങ്ങണ ചേച്ചേ. എന്നിട്ട് ഇവിടെ ഒരു ഭാര്യ ഒരു ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഭർത്താവിന് മറ്റേ ഇത് കൊണ്ടുവരുമ്പോഴാണ് നായിൻ്റെ മോനെ വരിക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇക്കാൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ പള്ളിയിൽ ചേർന്നതാണെങ്കിൽ എൻ്റെ കാര്യം അവിടെ കബറടക്കം ചെയ്തിട്ടുണ്ടാവും. എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ ആ ഇതിൽ ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 1-ാമത്തെ പള്ളിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതുള്ളത്. അതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് എൻ്റെ ഞാനൊക്കെ കൂടുതൽ ജീവിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പള്ളി നെല്ലിക്കാട് നാട്ടിലാണ്. അപ്പോൾ ഞാൻ നിന്നോട് പറയണേ, നിന്നോട് വെല്ലുവിളിക്കണേ, നീ തെളിവുകൾ കൊണ്ടുപോവാ. പിന്നെ എൻ്റെ അവിഹിതം
എന്റെ അവിഹിതം. പിന്നെ ഞാൻ അവിടെ ഇക്കാന്റെ മരിപ്പ് ഒരു 2 മണി ഉച്ചയാകുമ്പോഴേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മുന്നേ ഞാനും മക്കളും ഒക്കെ ആ റൂമിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പോഴും അവിടുത്തെ തേവിടിച്ചി പെണ്ണുങ്ങൾ അതങ്ങനെ തന്നെ പറയട്ടെ, അവിടുത്തെ ഇക്കാന്റെ കുറച്ച് തേവിടിച്ചികൾ അമ്മായിന്റെ മക്കളും നിനക്ക് വിളിച്ചില്ല ഒരു അമ്മായിന്റെ ചേച്ച പെണ്ണ്, അവിടെയൊക്കെ കഥയിലേക്ക് ഞാൻ വരുന്നുള്ളൂ. ഷാജി ഇറങ്ങണുള്ളൂ മൈ ഡാഷ് മോനെ, എനിക്ക് എല്ലാ പെണ്ണുങ്ങളും വിളിച്ചിട്ടാണല്ലോ എനിക്ക് കോൺടാക്ട്. അപ്പൊ ഞാൻ അവളിലേക്കൊക്കെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എവിടെ പറഞ്ഞത് അങ്ങനെ എന്റെ ഇക്ക മരിച്ച് മണിക്കൂറുകൾ മുന്നേ ഞാൻ എടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് എണിക്കാൻ കൂടി പറ്റാണ്ട് കിടക്കുന്നത്. മക്കളൊന്നും ഈ മരി പറഞ്ഞിട്ടേ ഇല്ല, മക്കൾക്ക് ഉറങ്ങായിരുന്നു. ഓക്കെ, ഞങ്ങൾ തിരിച്ചെത്തിയത് പുലർച്ചെ 2 മണി 3 മണി ടൈമിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അത്ര നേരം ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്ന 9 മോനെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത അപരാധം എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്, ഞാനും ഫാത്തി എന്നെ ഏറ്റെടുക്കുക. എന്ത് മൈദിനാണ് 9 മോനെ ഫാത്തി എന്നെ ഏറ്റെടുക്കേണ്ട ആവശ്യം? അവൻ അവന്റെ മക്കളെ നോക്കും, ഞാൻ എന്റെ മക്കളെ നോക്കി ജീവിക്കും. ഓക്കെ, നീ നിന്റെ മക്കളെ നിന്റെ കെട്ടിയോട് തൂറിയിട്ട മക്കളെ നീ നോക്കണം. 9 മോനെ പണിയെടുത്ത് നോക്കണം. ചേറ്റ ശരീഫെ കുറച്ച് കോമഡിയും വലിച്ച കോമഡി നിന്റെ മറ്റേ ഇതിലേക്ക് തള്ളിയിട്ട് നീ വലിയ മെയിൻ ആവാൻ നോക്കണം 9 മോനെ. പിന്നെ കല്യാണം കഴിഞ്ഞ് അല്ല മരിപ്പൊക്കെ കഴിഞ്ഞ് ഇതാക്കിയതിന് ശേഷം ഞാൻ കാസർഗോഡത്തെ ഒരു ചെക്കൻ 9 മോനെ എന്നെ സഹായിച്ച ഒരു ചെക്കൻ്റെ കൂടെ ഞാൻ വയനാട് പോയി ട്രിപ്പ് പോയി അതാക്കി ഇതാക്കി എന്നൊക്കെ നീ പറയുന്നല്ലോ. പിന്നെ ആർക്കൊക്കെയോ ഞാൻ എന്റെ അവിഹിതം അങ്ങനെ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് നോക്കണം 9 മോനെ, നിനക്ക് എന്താണ് നഷ്ടമായേ? നിനക്ക് എന്താണ് നഷ്ടം? ഞാൻ അയച്ചു കൊടുത്താലും തുണി അയച്ചിട്ടാലും വേറുള്ളതായാലും നിന്റെ കെട്ടികളല്ലോ ഞാൻ, നിന്റെ കെട്ടികളാണ് ഞാൻ ആണോ? നിന്റെ കെട്ടിയോളെ പറഞ്ഞാൽ മതി. എന്റെ കാര്യം നോക്കാം, എനിക്കറിയും, എന്റെ മക്കളുണ്ട്, ഞാനുണ്ട് ഇവിടെ. നീ എന്റെ ആങ്ങളെ എന്റെ മറ്റവനോ മറച്ചവനോ അല്ല. നീ എന്നിലേക്ക് വരണ്ട ശരീഫെ, നല്ലതല്ല. പിന്നെ ഫാത്തിന്റെ പേരിൽ കേസ് കൊടുത്തുണ്ടോ? നീ ഒരു കേസ് കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ സ്പോട്ടിൽ മുങ്ങിയതാണ്. നീ നിന്റെ കെട്ടിയോളും പരാതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവളുടെ എന്റെ വീഡിയോസ് ഒക്കെ സാറ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞേ അവിടെ ഏറ്റവും മുങ്ങിൽ മുങ്ങിയത്. കാരണം എന്താണ് ഡിലീറ്റ് ചെയ്യില്ല, കാരണം അതിന്റെ ഡോളറൊക്കെ നിങ്ങൾക്ക് കയറുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ 9 മോനെ ഷെരീഫെ, നീ ഒന്ന് ആലോചിച്ചോ, കളിക്കുന്നത് ചാറ്റിനോടാണ്. ഇക്കാനെ കൊന്നാലോ മരിച്ചാലോ 15 കൊല്ലം എനിക്കും എന്റെ മക്കൾക്കും മാത്രമാണ് നായ നഷ്ടം. നിനക്കോ എന്റെ കെട്ടിയ ആൾക്കാരോ എന്റെ ഉമ്മാന്റെ ആൾക്കാരോ എന്നെ ഒരു വാക്കാൻ. പിന്നെ എന്റെ ഉമ്മാന്റെ ജെട്ടി ഡാൻസ് ഇട്ടുണ്ടെങ്കിൽ പേരക്കുട്ടികൾക്ക് ജെട്ടി പൊക്കി കൊടുക്കണം. നിന്റെ വീട്ടിലെ നിന്റെ ഉമ്മ ഫർദ പൊക്കി കാണിച്ചു കൊടുക്കണ്ടോ? നിന്റെ മക്കൾക്ക് ഉണ്ടോ? അങ്ങനെയൊക്കെയാണ് നിന്റെ ഉമ്മ. അപ്പോൾ എന്റെ ഉമ്മ എന്റെ മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പുറത്തിട്ടുണ്ടെങ്കിൽ അത് ഉമ്മാന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ. ഞാനത് 1 മാസം കഴിഞ്ഞാൽ പുറത്തു വിടുന്നത്. കാരണം എന്താ, ഇറ്റ്സ് മീ കൈസിനെ എന്റെ ഉമ്മ വിളിച്ച് പറഞ്ഞ അപരാധങ്ങൾ കാരണം കൊണ്ട് എന്റെ മൈൻഡ് മാറി. പിന്നെ നീ പെണ്ണാണെങ്കിൽ ധൈര്യമുള്ളവളാണെങ്കിൽ ഇടടി എന്ന് പറഞ്ഞു. ഇട്ടത് എന്നെ ആര് നാറി? ഞാനാ നാറി? അപ്പൊ ഉമ്മാന്റെ ഉമ്മ എന്ന് പറയുന്നത് വാക്കുകൊണ്ട് മാത്രം ഉമ്മയെ പറയാൻ പോലെ, എല്ലാം കൊണ്ടും ഉമ്മയാവണം. ഓക്കെ, എല്ലാം കൊണ്ടും തികഞ്ഞവളാണ് ഉമ്മ. ആ സ്ഥാനം എന്റെ ഉമ്മക്ക് കിട്ടിയിട്ടില്ല. വെറും പണിയെടുത്തിട്ട് മാറി. എന്റെ ഉമ്മ ഞങ്ങളെ നോക്കിയിരിക്കുന്നത്, ഞങ്ങളെ ചെറുപ്പം എനിക്കിത് പാല് തന്നിട്ടില്ല. അനിയന്മാരെ നോക്കാനും കുടുംബം നോക്കാനും എന്നെ പറ്റിയിട്ട് എന്റെ ശേഷം പോയ ആൾക്കാരാണ്. കാരണം തന്നി നാളിൽ പണിക്കോണില്ല, വേറെ ഇല്ല, തിന്നാനും തൂറാനും അനിയന്മാർക്കും കൊടുക്കാനൊക്കെ പണിക്ക് പോയിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ കുട്ടികളും മക്കളൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ നിന്നോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഉമ്മ എന്ന് പറയുന്ന സംഭവം പെറ്റിട്ടിട്ട് അങ്ങനെ പോണതല്ല. നോക്കിയിട്ടില്ല എന്നൊന്നും പറയാം. 10-15 കൊല്ലം പണിക്ക് പോയിട്ടുണ്ടേ. പക്ഷേ ഉമ്മാന്റെ സ്നേഹം കരുതൽ വേറുള്ളത് പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ കിട്ടേണ്ട സമയത്ത് പെൺകുട്ടികൾക്ക് കിട്ടണം. അല്ലെങ്കിൽ കണക്കന്നെ ഉമ്മാനായിട്ടുള്ളത്. നിന്റെ ഉമ്മ എന്റെ ഉമ്മാനെ നീ കണക്കാക്കണ്ട. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, എന്റെ പിന്നാലെ നീ വരണ്ട. ഞാൻ പിന്നെയും പറയണം, നീ എന്റെ പിന്നാലെ വരണ്ട. എന്നെ മറ്റുള്ളവരോട് ചേർത്ത് വെച്ച് പറയണ്ട. നിനക്കും ഫാത്തിക്കും നീ അവന്റെ കെട്ടിയോൾക്ക് അവന്റെ കെട്ടിയോൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നീ ഭയങ്കരമായിട്ട് പോരുന്നുണ്ട്. എന്തേ അവന്റെ കെട്ടിയോൾ നിനക്ക് എന്തെങ്കിലും തരാൻ പറഞ്ഞോ? അല്ല, അറിയാണ്ട് ചോദിക്കണം. ഒരാൾ പല ആൾക്കാർക്കും കൊടുക്കണമെന്നേ നിനക്കും തരാന്ന് പറഞ്ഞോ? ഭയങ്കരമായിട്ട് ഒലിപ്പീരി. പിന്നെ ഫാത്തി അല്ല, ഫാത്തിന്റെ ഉപ്പുപ്പ വന്ന് ഏറ്റെടുത്താലും ഞാൻ ഒരാളുടെ കീഴിലും പോണ ആളല്ല. എനിക്ക് പറ്റും പോലെ എന്റെ മക്കളെ നോക്കി വളർത്തും. അവരെ പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് ആൺകുട്ടികളാണ് പറഞ്ഞിട്ട് ഞാൻ ഒരു അഹങ്കാരം കാണിക്കുന്നില്ല. ആൺകുട്ടികളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അവരുടെ വളർത്തേണ്ട ഒരു കടമ എനിക്കുണ്ട്. ആ കടമ ഞാൻ തീർക്കുന്നവരെ ആ മക്കളെ ഞാൻ നോക്കും, വളർത്തും. പിന്നീട് അവർ ഉമ്മാനെ നോക്കേണ്ട കടമ അവർക്കാണ്. അവർ വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. അതുകൊണ്ട് ഇവിടെ എത്ര വൃദ്ധസദനങ്ങളുണ്ട് പോയി ജീവിക്കും. അല്ലെങ്കിൽ രാജ്യം ഒറ്റയ്ക്ക് ജീവിക്കും മോനെ. ഓക്കെ, ആ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആ ഉമ്മാന്റെ അതേ മോളനെ ഇത്. അതുകൊണ്ട് കുറച്ച് തന്റെ ഇടം കുറച്ച് കൂടുതലാണ്. ഓക്കെ, തന്റെ ഇടത്തോട് കൂടി ജീവിക്കുന്ന ഷെരീഫ മാള് എന്ന് എന്ത് കാര്യം ബോധിപ്പിക്കേണ്ടതാണെങ്കിലും ഇങ്ങനെയൊക്കെ തെറി വിളിച്ച് പറയണത് ഇവള് എന്ത് ഭാവിച്ചിട്ടാണ് അറിയില്ല. ഇവളുടെ പുറകെ ആൾക്കാരുള്ളത് കൊണ്ടാണ് പുള്ളിക്കാർ ഇത്രയും വെല്ലുവിളിച്ചിട്ട് കാര്യങ്ങൾ പറയണത്. നമുക്ക് തന്നെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഇതാണല്ലേ. ഇപ്പം ഈ ഒരു ഇത് തന്നെയാണ് നെജിലയും ചെയ്യുന്നത്, നെജില ഷാനും പുള്ളിക്കാരും ചെയ്യുന്നത്. അവളും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിക്കുന്നത്. കുറേ ഒതുങ്ങും, കുറേ പിന്നെ കരയും, കുറേ പിന്നെ തെറി വിളിക്കും, എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്താണ് പറ്റുന്നതെന്ന് മനസ്സിലാവും. കുറച്ച് ഒതുങ്ങും. സോഷ്യൽ മീഡിയയിൽ കുറച്ച് പണം വരാൻ തുടങ്ങി, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പിൻബലം ഉണ്ടെങ്കിൽ പെണ്ണ് അങ്ങ് അഹങ്കരിച്ച് വേറെ ഏതോ ലോകത്തോട്ട് പോവുകയാണ്. അവർക്ക് എന്താ പറയേണ്ടത്, എന്താ പ്രവർത്തിക്കേണ്ടതെന്ന് പോലും അറിയുന്നില്ല. അപ്പോൾ ആ ഒരു പൊരുത്തപ്പെടൽ ഇത് ചെയ്തു. അതോടുകൂടി ഒതുങ്ങിയതാണെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഷെരീഫ് തമ്മിലുണ്ടായിരുന്നുള്ളൂ. പിന്നെയും ഇത് ഓരോന്ന് ആ ഫാത്തിയുടെ കാര്യത്തിനാണ് ഈ പുള്ളിക്കാരി ഇപ്പോൾ ആ ഫാത്തി എരികേറ്റിട്ടാണ് പുള്ളിക്കാരനെ ഇപ്പോൾ വീണ്ടും പബ്ലിക്കിന് മുമ്പിൽ ഷെരീഫിനെതിരായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അവൻ ഒറ്റൊരുത്തനാണ് ഇവിളെയും കൂടെ ഇത്രത്തോളം വഷളാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്റെ പൈസ തരാണ്ടാണ് നീ ഉമ്മയ്ക്ക് വയ്ക്കുന്നത്. ഒരാളുടെ കടം വെച്ചിട്ട് ഉമ്മയ്ക്ക് നാല് ശരി അതൊക്കെ ഫസ്റ്റ് കൊടുക്കാൻ നോക്ക്. എന്നിട്ട് നീ ന്യായം പറയും. നീ അവിടെ പോയി കുറേ പീത്തിയിലോ ഉമ്മാൻ്റെ അടുത്തും മകൻ്റെ അടുത്തും ബാക്കിയുള്ളവരത്തൊക്കെ എന്നിട്ട് എന്നെ ഇറക്കി വിട്ടു പറഞ്ഞത് ഇല്ല. നിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? അവളും മക്കളും അവിടെ എപ്പോഴാണോ അവർക്ക് വീട് റെഡി ആവുന്നത് അതുവരെ അവരവിടെ ഉണ്ടാവുന്നില്ല. നാറി നിന്റെ അടുത്ത് പറഞ്ഞ് നീ നാറിയായിട്ട് ഇറങ്ങി പോയില്ല അവിടെ നിന്ന് ചേച്ച ഷെരീഫെ. പിന്നെ ഞാൻ വീട് അന്വേഷിക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വീട്, എന്റെ മക്കൾക്ക് കുറച്ചും കൂടി സ്ഥലവും കാര്യങ്ങളും ഉള്ള വീടാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഒരു വാടക വീട്ടുകാർ പറഞ്ഞാൽ ഒരു വീട്ടിൽ വന്ന സൗകര്യങ്ങളില്ല പറഞ്ഞാൽ മാറി താമസിക്കും. അത് വാടക വീട്ടുകാരെ ഒഴിപ്പിച്ച് വിടലല്ല ഷെരീഫെ മോനെ, നായിൻ്റെ മോൻ്റെ മോനെ.
ഇതൊക്കെ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഞാൻ അടങ്ങി ഒതുങ്ങിയിട്ട് എന്റെ പാട്ടിലിരിക്കുന്നത്. പിന്നെ പണം എടാ നോട്ട ഷെരീഫേ, നീ 200 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് അയച്ച പോലെ അല്ലടാ. എന്റെ അക്കൗണ്ടിലേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ പണം അയക്കും. പക്ഷേ നിന്നെ പോലെ ചെറ്റകളല്ല, അടിപൊളി മനുഷ്യന്മാർ, നല്ല മനുഷ്യന്മാർ, ഷാജിനി മക്കളെ അറിയണ മനുഷ്യന്മാർ അയച്ചു തരുന്നുണ്ട്. അതിലെ ആ ദ്വായും ഈ മക്കളുടെ എത്തി മക്കളുടെ ദ്വായും ഇതും. പിന്നെ എന്റെ മക്കളെ എത്തിയുമായാലും നീ കഷ്ടപ്പെടണ മോനെ ഷെരീഫേ. ഇവിടെ ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഞാൻ നോക്കും എന്റെ മക്കളെ. നിന്റെ വീട്ടിലേക്കൊന്നും ഞാൻ വന്നിട്ടില്ല, 1 രൂപ ചോദിച്ചിട്ടില്ല. ഓക്കെ മോനെ, ഡാഷ് മോനെ. ഓക്കെ, നിനക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? നിന്റെ മണ്ടയ്ക്ക് ക്ലിയർ ആയല്ലോ. കണ്ട പെണ്ണുങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ തല്ലുകൂടുന്നതിന് അവരുടെ വിഴുപ്പലക്കണം നാറി. എന്ത് യോഗ്യതയാണ് നിനക്കൊക്കെ എന്നെ പറയാനുള്ളത് ചേറ്റ ഷെരീഫേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ മോനെ ഷെരീഫേ, നിനക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കും. മനസ്സിലായല്ലോ അല്ലേ? ആയല്ലോ നാറി. പോയി ചാവട പന്നിയൊക്കെ നീ പോയി ചാവണമെന്നല്ല. നീക്ക് ഇങ്ങനെ കുടുംബത്തിന് തിന്നാണ്ടാക്കി കൊടുക്കുന്നത് ആണുങ്ങൾക്കേ മോശമാണ്. കാരണം ഈ മണ്ണാക്കാട്ടുള്ള ആണുങ്ങൾക്കേ നീ വിലകെട്ടനാണ്. നീ എനിക്ക് കാരണമുള്ള എപ്പോഴാണ് പുറത്ത്. നിനക്ക് ഈ നാട്ടിൽ ആരാടെ ഫ്രണ്ട്സ് ഉള്ളത്? ഈ നാട്ടിൽ ഞാൻ കാണലേ ഇല്ലല്ലോ. നീ മെയിൻ ആവുന്ന സമയത്ത് 2-3 പ്രാവശ്യം നിന്നെ കണ്ടെന്നല്ലാണ്ട് ഈ നാട്ടിൽ നിനക്ക് എത്ര അടിയിട്ട് നിനക്ക് പെരുന്തൽമണ്ണയിൽ അടിയിട്ട് വലഞ്ഞു വന്നവരല്ലാണ് നീയൊക്കെ. പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിനക്ക് അടിയിട്ട് ഓർമ്മ ഉണ്ടാവും ഷെരീഫേ. അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അടി കിട്ടിയ സ്ഥലത്ത് നിന്ന് കുറേ എന്താ പറയുക കോമഡിയും കുത്തിത്തിരികിട്ട് നീ വന്നിരുന്ന് ചലച്ചാൽ ഷാജി പേടിക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ നീ വായടപ്പിക്കും. എങ്ങനെ അറിയോ? മുട്ടയിൽ കൂടുതൽ അതൊക്കെ നിന്റെ ഉമ്മാക്കും നിന്റെ വീട്ടുകാർക്കൊക്കെ നല്ല പരിചയമുണ്ട്. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ നീ വായടപ്പിക്കും, എന്റെ മൈൻഡ് മാറ്റും, നിന്റെ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള മൈൻഡ് ആക്കും. അങ്ങനത്തേക്ക് നീ മുട്ടയിൽ കൂടുതൽ ഞാൻ എടുക്കണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ ഡൺ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയല്ലോ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ മോനെ? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലിയർ ആക്കി തരാടാ ഡാഷ് മോനെ. ചേച്ചേ നീ തെറി പറയില്ല, പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് തെറി പറയിപ്പിക്കണം നീല്ലേ മഹാ ചെറ്റാണ്. ബാക്കിലില്ലേ കക്കൂസ്, അതിന് കുറച്ച് വാര്യ തിന്ന, അല്ലെങ്കിൽ മക്കൾക്ക് പ്ലേറ്റിലാക്കി കൊടുക്കുക. അതാ നല്ലത്. നീ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് തിന്നാൻ കൊടുക്കുന്നത് ആ ഒരു സംഭവം എടുത്ത് കൊടുക്കുക. നമ്മളൊക്കെ മക്കൾക്ക് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നത്. നീ ഇങ്ങനെ മറ്റുള്ളവരുടെ പല വീഡിയോസിലും പുള്ളിക്കാരി ആമക്കളിനെ എനിക്ക് ആമക്കളാണ് എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പുള്ളിക്കാരി പറഞ്ഞ അഹങ്കാരം ഇല്ലാന്ന്. നിൻ്റെ പല വീഡിയോകളിൽ നീ തന്നെയാണ് പറഞ്ഞത് ആ മക്കളെ കുറിച്ചിട്ട് എന്താണ് വെല്ലുവിളിച്ച് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ ആ കമൻ്റ് ഇട്ടത്. അപ്പോൾ കുറച്ച് ഒതുങ്ങിയ ഇടത്തുനിന്ന് പുള്ളിക്കാരി പൂർവാധിക ശക്തിയോടുകൂടി വന്നിട്ടുണ്ട് എങ്കിൽ ഫാത്തിയുടെ തന്നെ അവളുടെ വായിൽ തന്നെ വന്നു. ഫാത്തിയുടെ ഭാര്യയെ കൂട്ടുപിടിച്ചിട്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഫാത്തിയുടെ ഭാര്യ വേറെ ആൾക്കാർക്ക് ഇതാകുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഫാത്തി പറയാതെ ഈ പുള്ളിക്കാരി ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതാണ് ഒരാൾ ഇവളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ ഇവൾ എന്തും വെല്ലുവിളിക്കും, എന്തും പറയും. ഒരാൾ സപ്പോർട്ട് വേണം. സപ്പോർട്ടൊന്നും ഇല്ല, ആരും ഇല്ലാണ്ടായപ്പോൾ പുള്ളിക്കാരി ഒതുങ്ങി പാവത്തിനെ പോലെ വന്നു. അങ്ങനെ അതാണ് ഇതാണെന്ന് പറഞ്ഞു. എനിക്കൊരു വീട് ആഗ്രഹമുണ്ട്, അത് നിറവേറ്റി തരണമെന്നൊക്കെ ആളുകൾ പറഞ്ഞു. പിന്നെ എന്ത് കണ്ടാലും മനസ്സിലാകാത്ത കുറേ എണ്ണമുണ്ട്. പിന്നെ നെജിലാക്ക് തന്നെ എന്തെല്ലാമാണ് ആളുകൾ ഇതാക്കണം. ഇത്രത്തോളം പുള്ളിക്കാരി ഇത് സോഷ്യൽ മീഡിയയിലേക്ക് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ആ പുള്ളിക്കാരിക്ക് വാരിക്കോരി കൊടുക്കുകയാണ് എല്ലാം പൈസ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ പെണ്ണ് കരഞ്ഞു കഴിഞ്ഞാൽ പണം വാരിക്കോരി കൊടുക്കാൻ കുറേ എണ്ണങ്ങളുണ്ട്. എന്താ പറയുക, അതുപോലെ തന്നെ ഒന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുക്കാൻ വരെ പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങളൊന്ന് താഴ്ന്നു കൊടുക്കണം. നമ്മൾ താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും പൈസ കിട്ടും. നമ്മളൊന്ന് താഴ്ന്നിട്ടില്ലെങ്കിൽ നമ്മൾ തെറ്റുകാരാവും, കുറ്റക്കാരാവും. അപ്പോൾ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നവർക്ക് സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ നല്ലൊരു ഇതാണ്. നമ്മൾ പിന്നെ ഓരോരുത്തർക്കും ഒരു വിചാരമുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന പെണ്ണുങ്ങളെല്ലാം മോശക്കാരാണ്. അങ്ങനെയും കുറേ വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്ന വീഡിയോസുകളും കൂടി കണ്ടിട്ട് ആളുകൾ അങ്ങനെ വിലയിരുത്തിയിട്ട് നമ്മളുടെ അടുത്ത് ഓരോരോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ട് ഒരാളുടെ അടുത്തും ഇത് പറയരുതെന്നാണ് എനിക്കൊരു ഇതിൽ പറയാനുള്ളത്. എന്തായാലും ഇവളും നെജിലയും പക്കാ ഫ്രോഡുകളാണ് എന്നാണ് ഓരോ ഇതൊന്നും. ഇവളൊരിക്കലും നന്നാവാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നെജിലയും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇവരെങ്ങനെയാണോ ചുട്ടയിലെ ശീലം ചുടല വരെ പറയില്ല. അപ്പോൾ ഇവരെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരിക്കും ഇവർക്ക് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ക്ഷമ ചോദിച്ചിട്ട് വന്നാലും മാപ്പ് ചോദിച്ചിട്ട് വന്നാലും ആരും പുറത്തു കൊടുക്കാൻ പറ്റാത്ത അത്രയും നീചമായിട്ടുള്ള സ്ത്രീകളാണ് ഈ രണ്ടെണ്ണം. ഇത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അർഹതപ്പെട്ടവർക്ക് മാത്രം പൈസ കൊടുക്കുക, അർഹത ഇല്ലാത്തവർക്ക് ഒരിക്കലും പൈസ കൊടുത്ത് സഹായിക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.